നമ്മൾ നാട്ടിലത്തെ അലനല്ലൂർ ചേലക്കുന്നൊക്കെ പോണത്. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. സൺസെറ്റ് പിടിക്കാനാണ് നമ്മൾ പോണത്. എന്തായാലും അവിടെ പോയി നോക്കാം. മലയാളത്തിൽ കാണുന്നത് ഓട്ടങ്ങോട്ട് ഓടിച്ചോ. കൊടുത്തിക്കോ അത് പോയതാ. ഞങ്ങളിവിടെ അലനല്ലൂരിനെ. ഏതായാലും ഞാൻ വണ്ടി കയറട്ടെ. ആളെ നമ്മൾ പരിചയപ്പെട്ട ഇടുക്കിയിലുള്ള ആളാണ്. ഇവിടെ ഈ റബ്ബറിൻ്റെ ഇത് ഫുള്ളായിട്ട് നോക്കണം അവിടത്തെ. അപ്പോൾ ആളെ നമ്മൾ പരിചയപ്പെട്ടു. നല്ല മനുഷ്യൻ. അപ്പോൾ എത്ര വെട്ടണം വരാമല്ലോ ഇങ്ങടെ വെട്ടണേ. ഇപ്പൊ വെട്ടു തുടങ്ങിക്കല്ലേ. ഇപ്പൊ ഞാനിത് വർഷങ്ങളായി ചെയ്യാൻ നോക്കും. 33 കൊല്ലം കപ്പ കൂടി പഠിപ്പിച്ചു. അതിനുശേഷം VRC എടുത്തിട്ട് ഇപ്പൊ ഈ ബിസിനസ്സാണ്. ഞാനും കൈരളി റബ്ബേഴ്സിന്റെ റഷീദൊക്കെയുണ്ട്. കൈരളി റബ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബർക്കടി പണ്ടൊക്കെ റഷീദ്. ഇപ്പോഴത്തെ പറഞ്ഞിരുന്നു ആൾക്ക് ഞങ്ങള് റബ്ബർ കണ്ടു കൊടുത്തിരുന്നേ. എന്നിട്ട് മൂപ്പരിങ്ങനെ വേർതിരിച്ചെടുക്കണുണ്ട്. തിരിഞ്ഞപ്പോ റേറ്റ് കുറഞ്ഞപ്പോ ഇപ്പൊ മാറ്റി പൊടിച്ചു. അതായത് ഇതിന്റെ ഗ്രേഡ് തിരികെ ഓരോ ഗ്രേഡിനും ഓരോ വിലയാണ്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് ആൾ പറഞ്ഞു തന്നു. ഇപ്പം നമ്മൾ കുറേ വന്നിട്ട് അപ്പോൾ സ്ഥലമൊന്നും അറിയില്ല. അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് മുകളിൽ കയറി പോവാം. അപ്പോൾ റബ്ബറ വെച്ചിങ്ങനെ ഫുള്ള് കാടൊക്കെ വെട്ടി പറഞ്ഞു. പക്ഷേ എന്തായാലും നമുക്ക് പോയി നോക്കാം മുകളിൽ. പക്ഷേ നല്ല ആൾ, നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ചു. ആൾ ഇടുക്കിക്കൊക്കെ വരാൻ പറഞ്ഞാണ്ട് കമ്പനിയായിട്ടാണ് പോയി. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ പോവാനി. ആൾ ഫ്രണ്ടിലുണ്ട്. ആളെ കാർ അടിയിൽ നിർത്തിയിട്ടാണ്. അപ്പോൾ അതെടുത്തിട്ട് പോകാറുണ്ട്. ആൾ താഴെയുണ്ട്, വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആളെടുത്ത് ഒരു ദിവസം പോയി നോക്കണം ഇടുക്കിക്ക്. അപ്പോൾ ആളാണ് കാറിൽ വരുന്നത്, അൾട്ടോയിൽ. അപ്പോൾ ആളോട് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ സ്പോട്ടിലേക്ക് പോകാം. എന്തായാലും മുകളിൽ കയറി നോക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ജീപ്പ് കുടുങ്ങി. അതുകൊണ്ട് കുറേ വെയിറ്റ് കൊടുക്കാനൊന്നും പറ്റിയില്ല. ആള് വൈകുന്നേരം പശുവിനെ നോക്കാൻ ഇറങ്ങിയതാണ്. നല്ലൊരു മനുഷ്യൻ. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം താഴെ. എന്നിട്ട് ഈ ഡബ്ബർ കൂടി കയറി പോകണം. എന്നാലും സൺസെറ്റിൻ്റെ ടൈം ഇങ്ങനെ ആയിട്ട് ഈ സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് മുന്നിങ്ങനെ പോയിട്ട് അവിടെ വണ്ടി നിർത്താം. കാക്കകളൊക്കെ കുളിച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അങ്ങനെ പോയി നോക്കാം. ആൾക്കാരൊക്കെ ഉണ്ട്, പശു നോക്കുന്ന ആൾക്കാരൊക്കെ. എന്തായാലും വണ്ടിയോടെ സൈഡാക്കിയിട്ട് അതിന് മുകൾക്ക് നടക്കാം. നമുക്ക് ചേലക്കുന്നിൻ്റെ മുകൾക്ക് പോയി നോക്കാം. എന്തായാലും നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ പോയത്. ഇപ്പോൾ 4-5 കൊല്ലമായി പോയിട്ട്. എന്തായാലും മുകളിൽ പോയി നോക്കാം. അവിടെയൊക്കെ വെട്ടി ഡബ്ബർ വെച്ചെന്ന് പറയുന്നതായിട്ട്. ഇതാണ് ചേലക്കുന്നിൻ്റെ വ്യൂ. ഉണ്ടോ സൺസെറ്റ്. സൂര്യൻ താഴാനായിക്കണം. നമ്മളെ പഴയ കാലത്തെ മറ്റേ കായും പറിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടോ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഫുള്ള് ഇവിടെ ഡബ്ബറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഫുൾ ഡബ്ബറാണ്.
റബ്ബർ വെച്ചിട്ട് കാടൊക്കെ വെട്ടി ഭയങ്കര നല്ലൊരു അടിപൊളി നല്ലൊരു വ്യൂവിലൊരു സ്ഥലമായിരുന്നു. വ്യൂവിന് കുറവൊന്നുമില്ല, പക്ഷെ ഡബ്ബർ വെച്ചു, അതൊക്കെ ഉണ്ടായത് അടിപൊളി കാഴ്ചയാണ്. ഞങ്ങളകത്ത് വീട്ടിലെ ഭാഗത്തും ചെണ്ടക്കമ്പ്